വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ ആരാധകർ ഏറെ കാത്തിരുന്ന ആ ദളപതി ചിത്രം എത്തുകയാണ്. സെൻസർ ബോർഡുമായുള്ള നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. നടൻ വിജയ് നായകനാകുന്ന ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം ജനനായകൻ വീണ്ടും വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. പുതിയ റിലീസ് പദ്ധതികൾ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ജനുവരിയിൽ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിരവധി പ്രശ്നങ്ങൾ തിയേറ്റർ റിലീസ് വൈകിപ്പിച്ചു. CBFC സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ചിത്രം കൃത്യസമയത്ത് റിലീസ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത്. ഇപ്പോൾ നിർമ്മാതാക്കൾ പ്രക്രിയ വേഗത്തിലാക്കുകയും പുതിയ റിലീസ് തീയതി നിശ്ചയിക്കാൻ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട്. വിജയുടെ ജന്മദിനമായ ജൂൺ 22-ന് ജനനായകൻ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നുണ്ട്. ഈ അപ്ഡേറ്റ് ആരാധകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. വിതരണക്കാർ ഈ പദ്ധതിയിൽ വലിയ താല്പര്യം കാണിക്കുകയും വിറ്റുപോകാത്ത പ്രദേശങ്ങളിൽ വിതരണാവകാശം നേടാൻ ഉയർന്ന വില നൽകുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. തമിഴ്നാട്ടിലെയും വിദേശ വിപണികളിലെയും വിജയ് ആരാധകർക്ക് ഒരു ജന്മദിന റിലീസ് വലിയൊരു ആഘോഷമായി മാറുമെന്ന് വ്യവസായ വൃത്തങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വിജയുടെ ജന്മദിനത്തിന് മുമ്പ് ചില പ്രത്യേക സിനിമ അപ്ഡേറ്റുകൾ വന്നിരുന്നുവെങ്കിലും പ്രത്യേക ദിനത്തിൽ പുതിയ റിലീസുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ വിജയുടെ അവസാന ചിത്രം നടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആദ്യമായി റിലീസ് ചെയ്യുകയാണ്. വിജയ് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ റിലീസ് തീയതി ചർച്ച ചെയ്യാൻ വരും ആഴ്ചകളിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ നിർമ്മാതാക്കൾ കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. തമിഴക വെട്രി കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം വിജയ് ഉടൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആരാധകർക്കായി 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രത്യേക വീഡിയോ സന്ദേശം റെക്കോർഡ് ചെയ്യാൻ വിജയോട് അഭ്യർത്ഥിക്കാനും ടീം പദ്ധതിയിടുന്നുണ്ട്. ഈ അപ്ഡേറ്റുകൾ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.